തമിഴ്നാട് ഡിണ്ടിഗലിലെ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ 7 മരണം. 3 വയസ്സുള്ള കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. MG രേണുക കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രേണുക, എപ്പോഴായിരുന്നു ഈ അപകടം? എങ്ങനെയായിരുന്നു വിശദാംശങ്ങൾ? ആര്യ, രാത്രി 9:30 ശേഷമാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ദിണ്ടിഗലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അസ്ഥിരോഗത്തിനുള്ള ഒരു പ്രത്യേക ആശുപത്രിയാണ് ഇത് എന്ന് കരുതുന്നു. 7 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായ വിവരം ആദ്യം താഴത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്ന വിവരം ലഭിക്കുന്നു. അതിനെ തുടർന്ന് ആളുകൾ മുകളിലത്തെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയവർ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിയുന്നു. ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന ആളുകളാണ് ഈ വിഷപ്പുക ശ്വസിച്ച് മരണമടഞ്ഞിരിക്കുന്നത് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് തീ പടർന്നു എന്ന വിവരം ഉണ്ട്. ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി, 3 വയസ്സുള്ള ഒരു കുട്ടി, ആൺകുട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. മുകളിലേക്ക് കയറാൻ ശ്രമിച്ചവരാണ് കൂടുതൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100-ലധികം പേരെ ചികിത്സിക്കാൻ ഉള്ള സൗകര്യമുള്ള ആശുപത്രിയാണ്. അത്രയും പേർ ഉള്ള ആശുപത്രിയിലുള്ള തീപിടുത്തം എന്നതുകൊണ്ട് തന്നെ അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ. ഹോസ്പിറ്റലിലെ 2 ആംബുലൻസുകളിൽ ഈ രോഗികളും കൂട്ടിരിപ്പുകാരുമായിട്ടുള്ളവർ, അതിൽ ഈ അപകടത്തിൽ ഈ തീപിടുത്തത്തിൽ പരിക്ക് പറ്റിയവർ, അവരെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ഫയർഫോഴ്സും മറ്റും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഒരു പക്ഷേ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും 9:30 ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്ന പ്രാഥമിക വിവരം വരുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കഴിയുകയുള്ളൂ. ഇത് അസ്ഥിരോഗ ചികിത്സയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, സ്വകാര്യ ആശുപത്രിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെയൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആംബുലൻസുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ആദ്യം ഈ ആശുപത്രിയുടേതായ 2 ആംബുലൻസുകളിലാണ് ആളുകളെ കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ എത്തി കൂടുതൽ പേരെ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. മാത്രവുമല്ല, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് എന്ന വിവരം വരുന്നു. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ UP-യിലും മറ്റുമൊക്കെ പല ആശുപത്രികളിലും തീപിടുത്തം ഉണ്ടാവുകയും പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരണമടയുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിപ്പോൾ ഒരിടത്തുകൂടി ആവർത്തിക്കപ്പെടുന്നു. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. താഴത്തെ നിലയിൽ ആദ്യം തീ പടരുന്നു. അത് കണ്ട് പരിഭ്രാന്തരായി ഈ രോഗികൾ ഉൾപ്പെടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെയുള്ളവർ മുകളിലത്തെ നിലയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മുകളിലത്തെ നില അപ്പോൾ സേഫ് ആയിരുന്നിരിക്കണം. അങ്ങനെ അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതിൽ കുറച്ചുപേർ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ലിഫ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. അപ്പോൾ തന്നെ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഒരല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു പക്ഷേ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കും എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. വിഷപ്പുക ശ്വസിച്ചാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. വിവരം അനുസരിച്ച് ഈ ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകൾ ഇത്തരത്തിൽ വിഷപ്പുക ശ്വസിച്ചു മരിച്ചു എന്നുള്ളതാണോ പ്രാഥമിക വിവരങ്ങൾ? ഒരു കുട്ടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന അതിദാരുണമായ സംഭവം ചെന്നൈയിലെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ ആശുപത്രിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 7 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. 9:30 കൂടിയാണ് ഈ ഒരു തീപിടുത്തം അവിടെ ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. തീ ഇപ്പോഴും
നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. അവിടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 7 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 3 വയസ്സുള്ള കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. ഇനി ആരൊക്കെ ഈ അപകടത്തിൽ ഇരയായിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. രേണുക തുടരുന്നുണ്ട്. രേണുക, ഇതിപ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങിയ ആളുകളാണോ മരണപ്പെട്ടിട്ടുള്ളത് ഈ വിഷപുക ശ്വസിച്ച്? ആര്യ, ഇതിന്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. കാരണം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ മരണസംഖ്യ അവർക്ക് വിഷപ്പുക ശ്വസിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നതിൽ ആരൊക്കെ എവിടെയൊക്കെ ആണ് ഉണ്ടായിരുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത് 4 നിലകളുള്ള ഒരു ആശുപത്രിയാണ്. അതിന്റെ ഭാഗങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലേക്കും തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ഇടങ്ങളിലാണ് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നത് നമ്മൾക്ക് വ്യക്തമായിട്ടില്ല. 100ഓളം കിടത്തി ചികിത്സയിൽ ഉള്ള രോഗികൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അസ്ഥിരോഗത്തിന് പേര് കേട്ട ഒരു സ്വകാര്യ ആശുപത്രി കൂടിയാണ്. അവിടെ കിടത്തി ചികിത്സയിൽ തന്നെ 100 പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 100-ലധികം പേർ കിടത്തി ചികിത്സയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ ഉള്ള സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. 4 നിലകളുള്ള ആശുപത്രിയുടെ പല ഭാഗങ്ങളിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിവരം. പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. ഇപ്പോഴും ആംബുലൻസുകളും മറ്റും ചേർന്ന് 20-ലധികം ആംബുലൻസുകൾ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള 20-ലധികം ആംബുലൻസുകൾ ആളുകളെ പല ആശുപത്രികളിലേക്കായി കൊണ്ടുപോകാൻ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മറുഭാഗത്ത് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ഈ മരിച്ചവരിൽ 2 സ്ത്രീകളും 3 പുരുഷന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു ആൺകുട്ടിയുമുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ വരുന്നത്. എങ്ങനെ തീപിടുത്തം ഉണ്ടായി, എവിടെയൊക്കെയാണ് ഈ കൂടുതലായും തീ പടർന്നു പിടിച്ചത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായും ഇനി വരേണ്ടിയിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ജി രേണുകയാണ് വിവരങ്ങൾ നൽകുന്നത്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലാണ് സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 7 പേരാണ് മരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് മുകളിലത്തെ നിലകളിലോട്ട് പടരുകയായിരുന്നു. 4 നിലകളുള്ള അസ്ഥിരോഗ വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായിരുന്നു ഡിണ്ടിഗലിലെ. അവിടെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് നിരവധി രോഗികൾ ഇത്തരത്തിൽ ലിഫ്റ്റിൽ കയറി സേഫ് എന്ന് കരുതിയ മുകളിലത്തെ നിലയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ലിഫ്റ്റിൽ കുടുങ്ങുകയാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. അങ്ങനെയെങ്കിൽ ആ ലിഫ്റ്റിൽ കുടുങ്ങിയ ആളുകളെ സംബന്ധിച്ചൊക്കെ അവരുടെ ആരോഗ്യനില എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള ആശങ്കാജനകമായ സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതോടൊപ്പം അവിടെ അപകടത്തിൽപ്പെട്ടവരെയും മറ്റുമെല്ലാം ആ ആശുപത്രിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ആംബുലൻസുകൾ സജ്ജമായിട്ടുണ്ട്. ആംബുലൻസുകളിൽ മറ്റാശുപത്രിയിലേക്ക് അവരെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിണ്ടിഗൽ തിരുച്ചിറപ്പള്ളി റോഡിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 7 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. 2 സ്ത്രീകളും 3 പുരുഷന്മാരും മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കും. അതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അവിടെ താഴത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായി മുകളിലത്തെ നിലകളിലേക്ക് അതിവേഗം തീ പടരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ അവിടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവർക്കും രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലരും ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കാജനകമായ സാഹചര്യമാണ്. ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കുൾപ്പെടെ വിഷപ്പുക ശ്വസിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എം ജി രേണുക തുടരുന്നുണ്ട്. രേണുക, പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ടോ?
തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ. മാത്രവുമല്ല, ഈ ആശുപത്രിയിൽ ഉള്ള കിടത്തി ചികിത്സയിൽ ഉണ്ടായിരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ, കൂട്ടിരിപ്പുകാർ, അവരിൽ ഈ വിഷപ്പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായവർ മറ്റുമൊക്കെ ഉണ്ട്. അവരെയൊക്കെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20ഓളം ആംബുലൻസുകൾ സ്ഥലത്തുണ്ട്. ഇപ്പോൾ കളക്ടറും ജനപ്രതിനിധികളും ഒക്കെ ഈ ആശുപത്രിയിൽ തീപിടിച്ച വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തുകയാണ്. മന്ത്രി പെരിയസ്വാമി അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ളതാണ് പ്രഥമ പരിഗണന നൽകുന്നത്. രോഗികൾ മീൻസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നവരും കൂട്ടിരിപ്പുകാരുമായിരുന്ന ആളുകളെ അവരെ സുരക്ഷിതമായി അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. തീ പൂർണ്ണമായും ഇപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഫയർ എഞ്ചിനുകൾ കൂടുതലായി വിന്യസിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 4 നിലകളുള്ള ആശുപത്രിയാണ് ഇത്. അതിന്റെ കാഷ്വാലിറ്റി ഭാഗത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാഷ്വാലിറ്റി ഭാഗത്ത് തീപിടുത്തമുണ്ടായി. അത് ഈ 4 നില കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു പിടിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ആ കെട്ടിടത്തെ മുഴുവൻ വിഴുങ്ങുന്ന തരത്തിലേക്ക് ഒരു ഭാഗത്ത് മുഴുവൻ തീ പിടിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ രോഗികളായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത് ലിഫ്റ്റിൽ 6 പേരുണ്ടായിരുന്നു എന്നതാണ്. 6 പേരെയും രക്ഷിക്കാനായിട്ടുണ്ട് എന്ന ഒരു വാർത്ത വരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ആശ്വാസകരമായ വാർത്തയാണ്.